ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ ആയില്ലേ ഇപ്പോൾ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട്, ടൈം കിട്ടാറില്ല കേട്ടോ. എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ലോങ് വീഡിയോസ് ഹെയർ കെയറിൻ്റെ ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ. ഒരു സാധനവും പുറത്തുനിന്ന് വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സാധനം ഇത് കറ്റാർ വാഴ, അഥവാ അലോവേര. ഇത് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാ ആപ്പുകളിലും അലോവേരയുടെ ജെല്ല് അവൈലബിൾ ആണ്. അതും യൂസ് ചെയ്യണവരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ അലോവേര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തുനിന്ന് വാങ്ങണ്ട. അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഈ അലോവേരയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും അലോവേര ഉണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. അമ്മ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെക്കും. കുറേ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വീട്ടിൽ വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അമ്മ ഉണ്ടാക്കണതാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കണതല്ല. അപ്പോൾ അലോവേര നല്ല മണ്ണാണ് കേട്ടോ അതിൽ. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, ആ മഞ്ഞ കളയാൻ വേണ്ടി വെക്കുക. ആ മഞ്ഞ കളറ് കറയാണ്. അത് മേത്തോ അല്ലെങ്കിൽ തന്നെ നമ്മൾ എവിടെയാണോ തേക്കുന്നത് അവിടെയൊക്കെ ചൊറിച്ചിൽ സംഭവിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഞങ്ങൾക്കിത് ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല പണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒറ്റി വീഴുന്നില്ല ഈ മഞ്ഞ കളറ്. ആ മഞ്ഞ കളറ് നന്നല്ല. അത് കഴുകി അത് വാർന്ന ശേഷം മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരും. നമുക്ക് അറിയുന്ന കാര്യമാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതിൻ്റെ മഞ്ഞ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇപ്പം എല്ലാവരുടെ വീട്ടിലുള്ളതാണല്ലോ ഈ അലോവേര എന്ന് പറയുന്ന കറ്റാർ വാഴ. അപ്പോൾ അത് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ഞാൻ പറയട്ടോ. 2 സാധനങ്ങൾ നമുക്കിതിന് വേണ്ടു കേട്ടോ. അപ്പോൾ മുടി ആദ്യം വേറെടുക്കുക. അവരുടെ മുടി കണ്ടോ, ഞാൻ ഷാമ്പു ഇട്ടിട്ട് എത്തോ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഷാമ്പു ഇട്ടിട്ട് യൂസ് ചെയ്ത കാരണമാണ് കേട്ടോ ഇങ്ങനെ മുടി. അത്യാവശ്യം നല്ലൊരു ഷാമ്പു, ഒരു ഫുൾ പറന്ന ടൈപ്പാണ് മുടി കിടക്കുന്നത്. അത് എണ്ണ ഇല്ല തലയിൽ, അതുകൊണ്ടാണ് കുറച്ച് ദിവസമായി എണ്ണ തേച്ചിട്ട് തലയിൽ. അപ്പം ഞാൻ അവളോട് ഇടയ്ക്ക് പറയും, സ്കൂൾ വിട്ട് വന്നതിന് ഇന്ന് തേക്കാമെന്ന് പറയും. അപ്പം അവൾ നാളെ ആവട്ടെ എന്നിങ്ങനെ മടിച്ചിരിക്കണോണ്ടാണ് കേട്ടോ. അപ്പം എന്ന് വിചാരിച്ചു സ്കൂളിൽ അത് ദിവസം തന്നെ എണ്ണ തേക്കാം. ഞായറാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച സ്കൂളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇവിടെ പാലക്കാട് ജില്ലയ്ക്ക് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് നമുക്കിപ്പോൾ അവധി ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് കേട്ടത്. അപ്പോൾ മുടി നന്നായി ആദ്യം വേറെടുത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വേറെടുക്കണം മുടി നന്നായിട്ട്. ജടയൊന്നും പെടരുത് ഇങ്ങനെ എണ്ണ തേക്കുമ്പോൾ. അപ്പം നന്നായി വേറെടുത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ട്രൈപോഡ് വെക്കാതെ ഒരു കയ്യിൽ ഇങ്ങനെ ക്യാമറയും ഒരു കൈ കൊണ്ട് വേറെടുക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേത് അമ്മയും വേറെടുത്ത് കൊടുക്കും. അമ്മയ്ക്ക് അടുക്കളയിൽ എന്തോ പണിയായ കാരണം ഞാൻ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഒരുപാട് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താണ് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരം മാറാനും ഒക്കെ. ഈ ഒരു എണ്ണ, ഞാൻ ഈ പറയുന്ന ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ, പിന്നെ ചെയ്യുന്ന ഹെയർ പാക്ക് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ നിങ്ങളുടെ താരനും മാറാൻ സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം തേച്ച് കൊണ്ടൊന്നും മാറില്ല, അത് ഞാൻ ഒരുപാട് വട്ടം പറയാറുണ്ട്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ അലോവേര നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ സൈഡെല്ലാം മുള്ള് ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെത്തി മാറ്റിയിട്ട് ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക കേട്ടോ. അതിൻ്റെ തൊലി കളയണമെന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇടാം. ഓരോ ടിപ്പുകളാണ്. ഓരോ തരം ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഞാൻ 2 കഷ്ണം മാറ്റി വെച്ചിട്ട് അവൾക്ക് ഫേസിൽ തേക്കണമെന്ന് കുറേ ദിവസമായി പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ ഫേസിലും തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചു. ബാക്കിയുള്ളത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. അപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് ഇടുന്നത്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്കൊന്ന് തുടച്ചിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ ഈ വെള്ളത്തോടെയാണല്ലോ ഇപ്പോൾ ഞാൻ അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത്. അതല്ല, നിങ്ങൾക്ക് അലോവേര ഇങ്ങനെ നുറുക്കിയിട്ട് ഒരു തുണിയിലേറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അതും നല്ലതാണ്. അപ്പോൾ ഇത് അരച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിൽ. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നിങ്ങൾ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയാമെന്ന് മാത്രം. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് ആദ്യം നമ്മുടെ അലോവേരയുടെ ജെല്ലും വെളിച്ചെണ്ണയും അരച്ച ജെല്ലും അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയും കൂടി നന്നായി മിക്സ് ചെയ്യുക.
അത് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. ആദ്യമൊന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്തിട്ട് കൈ വിടാതെ ഇളക്കണം. എന്താ പറയുക, കളർ അങ്ങോട്ട് മാറിക്കിട്ടണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഗ്യാസിലാണ്, അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. അവൾക്ക് തേക്കാനുള്ള ഒരു പാകത്തിന് മാത്രമേ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കണത്. ഇനി അതാ നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ അലോവേരയുടെ അളവും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ അളവും കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നാശമാവോ കേടാവോ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഓരോ ഓയിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. ഇതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറേ നേരം ഇളക്കിയിട്ടാണ് ആ പാകത്തിൽ വരുന്നത് നമുക്ക്. ഇത് നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ജീരകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറെയും കുറേ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണവരും ഉണ്ട്. നമുക്ക് ഇത് രണ്ട് മാത്രമേ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ ബാക്കിയുള്ളൊന്നും ആഡ് ചെയ്തിട്ടില്ല. കരിഞ്ജീരകം ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ, ഈ ജലദോഷം തുമ്മലൊക്കെ വരുന്നവർക്ക് കരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അവൾക്ക് ജലദോഷം തുമ്മലൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് തേച്ചുകൊണ്ടൊന്നും വന്നിട്ടില്ല. ചിലർക്ക് ഇത് തേച്ചിട്ട് ജലദോഷം വരാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റി പവറൊന്നും നമുക്കറിയില്ലല്ലോ. ഓരോരുത്തരുടെ ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ തലയിലൊക്കെ തേക്കുകയാണെങ്കിൽ അധിക നേരം ഈ എണ്ണയൊന്നും നിങ്ങൾ വെക്കാതിരിക്കുക കേട്ടോ. ഇപ്പോൾ ചിലർ പറയുമല്ലോ 1 മണിക്കൂർ വെക്കുക, അരമണിക്കൂർ വെക്കുക, അങ്ങനെയൊന്നും വേണ്ട. എന്തിനാണത്? കുട്ടികളാണ്, ചിലപ്പോൾ നീരിറങ്ങും ഒക്കെ വരും, സ്വാഭാവികം. അപ്പോൾ കുറച്ച് നേരം മാത്രം വെച്ചാൽ മതി. അധിക നേരമൊന്നും നിങ്ങൾ വെക്കണ്ട. കണ്ടോ, ഈ എണ്ണ നന്നായി ഇങ്ങനെ ഇളക്കി അത് അടിയിക്ക് വരും. അതിൻ്റെ തരിതരിപ്പൊക്കെ അടിയിക്ക് വന്നിട്ട് മുകളിൽ എണ്ണ ഇങ്ങനെ പൊന്തി നിൽക്കും. അത്രയും നേരം ഇളക്കണം. കണ്ടോ, ഞങ്ങളിപ്പോൾ ആദ്യം ആ ഒഴിച്ചേന്ന് ഇങ്ങനെ കുറുകി വന്ന് കളറ് മാറിയല്ലോ. അപ്പോൾ അങ്ങനെ മാറിയിട്ട് ആവണം കേട്ടോ. അത്രയും നന്നായി ഇളക്കണം. ഞാനാണ് കുറേ നേരം ഇളക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ കളറ് മാറി വന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചൂടോട് കൂടിയിട്ടൊന്നും തലയിൽ തേക്കരുത്. തണുത്തതിന് ശേഷം മാത്രം വേണം തലയിൽ തേക്കാൻ. ഇത് നല്ലൊരു മണമുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. അലോവേരയുടെയും അതുപോലെ തന്നെ നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണയാണല്ലോ, അതൊക്കെ ആവുമ്പോൾ. അപ്പോൾ അമ്മ ആദ്യം ഗ്ലാസ്സിക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലിയർ തോന്നിയില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഒരു പ്ലേറ്റിക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കളർ ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അതാ ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിക്കാൻ നിൽക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ നിങ്ങൾ ഒന്ന് പാകമായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ എണ്ണയുടെ കളറൊക്കെ ചിലപ്പോൾ കറുപ്പ് നിറമായിട്ട് വരാം. അങ്ങനെ ഒരിക്കലും പാടില്ല. പാകത്തിന് കളറായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ അവൾക്ക് തേച്ച് കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചെണ്ടുമല്ലിയൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്. മഴയത്ത് ആ മാതിരി മഴ ഓണത്തിന് വേണ്ടി അത്താവുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വെച്ച ചെണ്ടുമല്ലികളാണ് ഞങ്ങൾ. പക്ഷെ ഇപ്പം തന്നെ അത് ഒടിഞ്ഞ് പരിവായുണ്ട്. ഇപ്പോൾ അത് അമ്മ മുടി നന്നായി വേറെടുത്ത് ഒന്നുകൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെടുത്തതാണ്, എന്നാലും അമ്മയുടെ വക ഒരു വേറെടുക്കലുണ്ട് മുടി. എന്നിട്ട് എണ്ണ തേച്ച് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് മഴ ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ആ ടൈമിൽ എൻ്റെ തുണികളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ പകുതി നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തുണി എടുക്കാൻ ഓടേണ്ടി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തു കേട്ടോ. പിന്നെ അവരകത്ത് കയറി. കാരണം മഴയല്ലേ പുറത്ത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. നിങ്ങളുടെ ഒക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അത്ര കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ തലയുടെ സ്കാൽപ്പിലും എല്ലാ ഭാഗത്തും അമ്മ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും എണ്ണ ഒരുപോലെ തേച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. അത് നല്ലൊരു സുഖം തരും കേട്ടോ തലയ്ക്കൊക്കെ. അപ്പം നമുക്കാണെങ്കിൽ ആരെങ്കിലും തലയിൽ മസാജ് ചെയ്യണത് നല്ലതാണല്ലോ, ഒരു സുഖം തോന്നുമല്ലോ. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവളുടെ മുടി നല്ല ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ. അത് ഞാൻ ഇപ്പോൾ പറയാം വീഡിയോയിൽ. ഇപ്പോൾ ചിലവരുടെ മുടി നല്ല കറുപ്പ് നിറമായിരിക്കും. ഞങ്ങളുടെ ഒന്നും അത്ര നല്ല കറുപ്പൊന്നുമല്ല. എന്നാൽ കറുപ്പുണ്ട് ഇല്ല എന്നല്ല, ഒത്തിരി ചെമ്പിച്ചൊരു മോഡലാണ് കേട്ടോ. പിന്നെ ചില എണ്ണ തേക്കുമ്പോൾ മുടി നല്ല കറുപ്പ് തോന്നും കേട്ടോ. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ ഒരു ഓയിൽ നിങ്ങൾ തേച്ച് നോക്കൂ, നന്നായിട്ട് കറുപ്പ് അനുഭവപ്പെടും മുടിക്ക്.
ഒറ്റ യൂസിൽ തേച്ചിട്ട് മുടിക്ക് കറുപ്പില്ല ചേച്ചി എന്നൊന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയക്കരുത് കേട്ടോ ആരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു കാര്യം നമ്മൾ ഒറ്റ യൂസിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നും വരില്ലല്ലോ, റിസൾട്ട് കിട്ടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചിലർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനിയിപ്പോൾ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വീട് പോലത്തെ ഇങ്ങനെ പെയിൻ ഗസ്റ്റൊക്കെ ആയിട്ട് നിൽക്കണവർക്കാണെങ്കിൽ വേണമെങ്കിൽ കറ്റാർവാഴൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കറ്റാർവാഴ അല്ലെങ്കിൽ ജെല്ല് വാങ്ങിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ജെല്ല് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എത്ര അത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതുപോലെ തന്നെ ആവുമല്ലോ ജെല്ലൊന്ന് വിചാരിക്കണു. ജെല്ല് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ കറ്റാർവാഴ വീട്ടിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കറ്റാർവാഴ കിട്ടാതെ ഇരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. അപ്പം നമ്മളിതാ ഞങ്ങളുടെ നിങ്ങൾ കുട്ടികൾക്ക് എന്നല്ല കേട്ടോ, മുതിർന്നവർക്ക് എല്ലാവർക്കും തേക്കാം. പ്രായഭേദമന്യേ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ, ഒരു കുഴപ്പമുണ്ടാവില്ല, അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുമ്മൽ അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ വല്ല കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നോക്കി നോക്കൂ. അപ്പം അമ്മ മുടി മുന്നിക്ക് ഇട്ടിട്ടും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഭാഗത്ത് മാത്രം എണ്ണ തേച്ച് കൊടുക്കരുത്, എല്ലാ ഭാഗത്തും മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കാൻ ശ്രമിക്കുക. സ്കാൽപ്പിലാണ് പ്രത്യേകിച്ച്, സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ തുമ്പത്തൊക്കെ ഒന്നും കൂടി തേച്ച് കൊടുക്കാൻ ശ്രമിക്കുക. തുമ്പത്തൊക്കെ പൊട്ടിപ്പോവാൻ വളരെയധികം സാധ്യത ഉണ്ടല്ലോ. ഇവളുടെ മുടി ഇപ്പോൾ ഈടായിട്ട് കുറച്ച് പൊട്ടിപ്പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ മുടി ഇങ്ങനെ ക്ലാസ് പൂവലും പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ, വെക്കേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായി ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ക്ലാസ് പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ, എക്സാംസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വല്ലാണ്ട് മുടിയൊന്നും കെയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഹെയർ കെയർ ടിപ്പുകളൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലാണ്ട് മുടി വേറെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നല്ല വെള്ളത്തിൽ ഇത് കഴുകി കളയുക. കുറച്ച് നേരം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എത്ര നേരം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വെക്കുക. തോനെ നേരം വെക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്നിട്ട് നിങ്ങളൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കഴുകി കളയാം. ഞങ്ങൾക്ക് അന്ന് ഷാമ്പു ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ബേബി ഷാമ്പു കഴിഞ്ഞു പോയി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷാമ്പു ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്ര എണ്ണ ബാക്കി വന്നു കേട്ടോ, അത് വേണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ തേക്കാം, അല്ലെങ്കിൽ അവൾക്ക് തന്നെ പിന്നെ പിറ്റേ ദിവസത്തേക്കൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ എണ്ണ കുപ്പിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് മുടി അധികം ഉണങ്ങിയിട്ടില്ല കേട്ടോ. അത് അപ്പോൾ മുടിക്ക് ഒരു കൂടുതലൊരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, നന്നായി ഒരു ബ്ലാക്ക് കളർ ഫീൽ ചെയ്യുന്നുണ്ട് മുടിക്ക്. നല്ലൊരു ഹെയർ പാക്കാണ്, നിങ്ങൾ മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല ഹെയർ പാക്കുകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ വളർന്ന് വരും. ഒരു 20,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ. അപ്പോൾ ഇത്രയും ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ബായ്.